തിരുവനന്തപുരം സ്വദേശി ബി രവീന്ദ്രൻ നായർ 2 രാത്രിയും 1 പകലുമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. 42 മണിക്കൂറിൽ ഓരോ മണിക്കൂറും കടന്നുപോയത് ഓരോ ദിവസങ്ങൾ പോലെയായിരുന്നുവെന്ന് അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. ഒരു മുന്നറിയിപ്പില്ല, ഈ ലിഫ്റ്റ് കേടാണ്, ഉപയോഗശൂന്യമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പില്ല. ബന്ധപ്പെട്ട ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയില്ലേ, സെക്രട്ടറിയുടെ ഞായറാഴ്ച. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരാളകത്ത് കയറി, ഒരു പൊതുപ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാൻ ധൈര്യം സംഭരിച്ചു, അവിടെ കിടന്നു, പണ്ടത്തെ മുഖാമുഖം കണ്ടു, ആരുടെ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മനോധൈര്യം കൊണ്ടോ ഞാൻ പുറത്തിറങ്ങി ചാടി രക്ഷപ്പെട്ട് വരികയാണ്. എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണി അല്ലെങ്കിൽ ഒരു RCC പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ഈ പുറത്തിറങ്ങി പിന്നീട് 1 മണിക്കൂർ കേൾക്കുന്ന വാർത്ത ജോയി എന്നൊരാളുടെ 1.5 മണിക്കൂർ ജോയി എന്നൊരാളിൻ്റെ ഈ ശുചീകരണ തൊഴിലാളിയുടെ മരണ വാർത്തയാണ്. അത് അതേസമയം എന്താ ഇതുവരെ ഈ പുറത്തുനിന്ന് ഈ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരാളുടെ മരണ വാർത്തയാണ് പുറത്തു വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? സമൂഹത്തിൽ അന്നുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? ഈ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകുന്ന ആഘാതം എന്തായിരിക്കും? എൻ്റെ മാനുഷികമായുള്ള, എൻ്റെ ശാരീരികമായ മാനസികമായുള്ള അപ്പോഴുള്ള വ്യത അതിനാരും ഉത്തരം പറയും. ഈ 42 മണിക്കൂർ ഓരോ മണിക്കൂറും ഓരോ ദിവസം പോലെയായിരുന്നു. ഞാനത് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വന്നപ്പോഴും ഞാൻ പറഞ്ഞു.